നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ അച്ഛാ, എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകാടാ. വേറെ കുഴപ്പമൊന്നുമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? മോനെ, അമ്മയൊരു കാര്യം പറഞ്ഞ നീ ദേഷ്യപ്പെടരുത്. ഞാൻ കുറച്ചു ദിവസം ആതിരയോടൊപ്പം അവിടെ പോയി നിൽക്കാം. ആതിരയുടെ ഈ അവസ്ഥയിൽ അച്ചുവിനെ കൊണ്ട് മാത്രം അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. അമ്മേ, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോവാം. അമ്മയ്ക്ക് സ്റ്റെപ്പ് കയറാനൊക്കെ ബുദ്ധിമുട്ടല്ലേ? ഞാൻ പോയി ആതിരയോടൊപ്പം നിൽക്കാം. നിങ്ങൾക്കൊക്കെ ഇതെന്താ? നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് വിളിച്ചോ? ആതിരെ അവിടെ ആരെങ്കിലും നോക്കിക്കോളും. അതിനുവേണ്ടി എന്റെ വീട്ടിൽ നിന്ന് ആരും വേണ്ട. അവളുടെ കാര്യത്തിൽ ആരും ഇടപെടണ്ടെന്ന് പറഞ്ഞ് വീട് വിട്ട് ഇറങ്ങിപ്പോയതല്ലേ. അവളുടെ കാര്യം അവള് തന്നെ നോക്കിക്കോളും. അവൾ അവളുടെ ജീവിതം ജീവിക്കട്ടെ. നമ്മളാരും ഒരു ശല്യത്തിന് പോകണ്ട. അതിന്റെ ആവശ്യമില്ല. എനിക്കിഷ്ടമല്ലത്. അവക്കൊരു അപകടം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോ വന്ന് കാണണമെന്ന് നിങ്ങൾ പറഞ്ഞു, കൊണ്ടുവന്നു. അതിനപ്പുറം ഒന്നും വേണ്ട. അനുപേട്ട, വാശി കാണിക്കാനുള്ള സമയമല്ലിത്. ഡോക്ടർ പറഞ്ഞത് അനുപേട്ടനും കേട്ടതല്ലേ? ഒരാൾ എപ്പോഴും ആതിരയുടെ ഒപ്പം ഉണ്ടാവണമെന്ന്. അവിടെ ആർക്കാ അതിന് സമയം? അർച്ചനയ്ക്ക് അവളുടെ കാര്യം നോക്കണം. ഇനിയും നമ്മുടെ അശ്രദ്ധ കാരണം ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായാ കുഞ്ഞിന് മാത്രമല്ല ആതിരയുടെയും ജീവൻ ആപത്താണ്. എത്ര പിണക്കോന്ന് പറഞ്ഞാലും നമ്മുടെ കുട്ടികൾക്ക് ഒരു ആപത്ത് വരുന്നത് കണ്ടു നിൽക്കാൻ നമുക്ക് പറ്റുമോ? ഗർഭിണിയായ ഒരാളെ നോക്കി അവിടെ ആർക്കും മുൻപരിചയമൊന്നുമില്ല. അപ്പോ നമ്മൾ ആരെങ്കിലും അവിടെ നിൽക്കുന്നത് തന്നെയാ നല്ലത്. മീര പറയുന്നതിലും കാര്യമുണ്ട്. കമലയോ മീരയോ കുറച്ചു ദിവസത്തേക്ക് അവിടെ നിൽക്കുന്നത് തന്നെയാ നല്ലത്. കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വാശി കാണിച്ചിരുന്നാൽ പിന്നീട് അതോർത്ത് വിഷമിക്കേണ്ടി വരും. മീരേ, നീയും ആതിരയോടൊപ്പം നെല്ലിശ്ശേരിയിലേക്ക് പോ. നിന്റെ ഡ്രസ്സൊക്കെ ഞങ്ങൾ അങ്ങ് എത്തിക്കാം. ആവണിമോളെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അനൂപ് ഇനി ഒന്നും പറയില്ല. അഥവാ അനൂപ് എന്നെ തടഞ്ഞാലും ഞാൻ പോവും. എനിക്ക് പോകാൻ എന്റെ മകന്റെ അനുവാദം ആവശ്യമില്ലല്ലോ. എന്തൊക്കെ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാലും ഞാൻ പ്രസവിച്ച് ഒരുത്തിയല്ല അകത്ത് കിടക്കുന്നത്. എനിക്കങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. സച്ചി, മീര കുറച്ചു ദിവസം അവിടെ നിൽക്കുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ട്? മീരടുത്ത് വന്നിരിക്കുന്നതിൽ സന്തോഷമല്ലേ ഉള്ളൂ. അപ്പൊ ഇനി ചോദ്യവും പറച്ചിലൊന്നുമില്ല. മീര നിങ്ങളുടെ കൂടെ വരും. അനുപേട്ടന്റെ സ്വഭാവം നിങ്ങൾക്കൊക്കെ അറിയാലോ. അതുകൊണ്ട് ഈ ദേഷ്യമൊന്നും നിങ്ങൾ കണക്കാക്കണ്ട. അമ്മേ, അനുപേട്ടൻ ദേഷ്യം വന്ന് ഇറങ്ങിയത്. നിങ്ങൾ ചെല്ല്. ഇല്ല പിന്നെ അത് മതി. അമ്മ പോട്ടെ മോളെ. അവളെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോണമെന്നായിരുന്നു. എപ്പോഴും മക്കളെ സന്തോഷത്തോടെ കാണാനും
അവരോടൊത്ത് ജീവിക്കാനും ഭാഗ്യമില്ലാത്തൊരമ്മയായി പോയില്ല ഞാൻ. അവളോട് നീ പറഞ്ഞേക്കണം അമ്മ വന്നിരുന്നു, അവളെ കണ്ടിട്ട് പോയിന്നും. പോവാം പക്ഷേ, പോട്ടെ മോനെ. ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. നല്ലോണം റെസ്റ്റ് എടുക്കണം. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. ചേച്ചിക്ക് അറിയാതെ പറ്റിപ്പോയതാ, അല്ലാതെ മനഃപൂർവ്വം ചെയ്തതല്ല. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ശ്രദ്ധിക്കാതെ സ്റ്റെപ്പ് ഇറങ്ങി വന്നോണ്ടല്ലേ വീണത്. എന്റെ ചേച്ചി എന്നോട് മനഃപൂർവ്വമായി ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിഞ്ഞൂടെ. ചേച്ചി അതോർത്ത് കരയൊന്നും വേണ്ട. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. നീ എങ്ങനെയാ വീണത്? ഞാൻ മുകളിൽ നിന്നപ്പോ അവന്തികേട്ടത്തി എന്നെ താഴേക്ക് വിളിച്ചായിരുന്നു. സ്റ്റെപ്പില് വെള്ളം കിടന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല, അങ്ങനെ വീണതാ. അച്ഛനമ്മ അനുവേട്ടന് വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പോയി. തനിക്ക് സഹായത്തിന് മീരെടുത്ത് കുറച്ചു ദിവസം വീട്ടിലുണ്ടാവും. ഒന്നുകൊണ്ടും ഒരു ടെൻഷനും വേണ്ട കേട്ടോ. സന്ദീപേ, വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? നമുക്ക് വീട്ടിലേക്ക് പോവാം. എനിക്കിവിടെ വല്ലാതെ ശ്വാസം മുട്ടുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.